ഹലോ ഫ്രണ്ട്സ്, ഈ ദിവസങ്ങളിൽ പല സ്റ്റുഡൻസും ചോദിക്കുന്ന ചോദ്യമാണ്, ഓസ്ട്രേലിയ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്തോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണോ എന്ന്. ഞാൻ പറയും, തീർച്ചയായിട്ടുമല്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, കേരള അതോറിറ്റീസ് വളരെയധികം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് പിടിച്ചെടുത്തു. ഇത് പല സ്റ്റുഡൻസും പല ഏജൻസ് വഴി മറ്റു രാജ്യങ്ങളിൽ വിസയ്ക്കും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനൊക്കെ ഉപയോഗിച്ചു എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ഈ വിഷയം ഓസ്ട്രേലിയയിലെ മാൽക്കം റോബർട്ട്സ് എന്ന് പറയുന്ന സെനറ്റർ ഏറ്റെടുക്കുകയും പല സ്റ്റുഡൻസും ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫോർജ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിക്കുകയും ചെയ്തിരിക്കാമെന്ന് സംശയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഇന്ത്യയെ ലോ റിസ്കിൽ നിന്നും ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ്. സോ ഇനി അങ്ങോട്ടുള്ള വിസ ആപ്ലിക്കേഷനുകളിൽ കൂടുതൽ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള വെരിഫിക്കേഷനും ഒരു അഡീഷണൽ ഡോക്യുമെൻറ്റ്സും ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളൊരു ഓസ്ട്രേലിയൻ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ഈ രംഗത്ത് വളരെ പരിചയമുള്ളതും സ്റ്റുഡൻറ്റ് വിസ ചെയ്ത എക്സ്പീരിയൻസുമുള്ള ഒരു ഏജൻറ്റിനെ മാത്രം ചൂസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.